മലപ്പുറം ജില്ലയിൽ കൃത്രിമ നിറം ചേർത്ത തേയില വിൽപ്പന നടത്തുന്ന സംഘം പിടിയിൽ. മൊത്ത വിതരണക്കാരനും വിൽപ്പനക്കാരനുമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പിടിയിലായത്. വിൽപ്പനക്കാരൻ വേങ്ങര കൂരിയാട് സ്വദേശി മുഹമ്മദ് അനസ്, മൊത്ത വിതരണക്കാരൻ മൂർക്കനാട് വെങ്ങാട് സ്വദേശി ആഷിഖ് എന്നിവരാണ് പിടിയിലായത്. തട്ടുകടകളിൽ നമ്മുടെ മൊബൈൽ ലാബ് ഉൾപ്പെടെയുള്ള പരിശോധന നടത്തിയതിൽ തട്ടുകടകളിൽ ഉപയോഗിക്കുന്ന ചായപ്പൊടിയിൽ അവർ പരിശോധന സമയത്ത് അതിൽ കളർ ചേർത്തായിട്ട് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് തട്ടുകടക്കാരിൽ നിന്ന് വിവരം ശേഖരിച്ച് കൊണ്ടുവരുന്ന ആളെ ബന്ധപ്പെടുകയും നമ്മൾ ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ ആളെ സമീപിക്കുകയും ആൾ ഒരു ടെമ്പോ ട്രാവലറിൽ ഏകദേശം 40 കിലോ കളർ ചേർത്ത തേയില അവിടെ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അപ്പോൾ തന്നെ സ്പോട്ട് ടെസ്റ്റ് നടത്തിയ സമയത്ത് നല്ല രീതിയിലുള്ള കളർ ആ തേയിലയിലുണ്ടായിരുന്നു. ജംഷീർ കുടുങ്ങിയ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. ജംഷീർ, ഇതെന്താണ് സംഭവം? തേയിലയിൽ കൃത്രിമ നിറം ചേർത്ത് വിൽപ്പന നടത്തുന്ന മൊത്ത വിതരണക്കാരനെയും വിൽപ്പനക്കാരനെയുമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടിയിട്ടുള്ളത്. തട്ടുകടകളിലാണ് പ്രധാനമായും ഇത്തരം തേയിലകൾ ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് നിർമ്മിച്ചുകൊണ്ടിരുന്ന ഗോഡൌൺ പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ഗൗരവമുള്ള ഒരു വാർത്തയാണിത്. കാരണം തേയിലയിൽ കടുപ്പത്തിന് വേണ്ടിയാണ് ഈ നിറം ചേർക്കുന്നത്. കടുപ്പം ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് നിറം ചേർക്കുന്നതെന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഞങ്ങളോട് പറഞ്ഞു അവർ പലനേരം പല രീതിയിൽ ഭയങ്കര നമ്പർ 1. ജംഷീർ കുടുങ്ങിയ വിവരണം വായിച്ചിരുന്നു. ജംഷീർ, ഇവർ ഏതൊക്കെ മേഖലകളിലാണ് ഇത് വിൽപ്പന നടത്തിയിരുന്നത്? അജിംസ, തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിൽ ഈ തിരൂർ, താനൂർ, പൊന്നാനി, വളാഞ്ചേരി അടക്കമുള്ള വിവിധ മേഖലകളിലാണ് ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ അടക്കം പ്രവർത്തിക്കുന്ന തട്ടുകടകളിലേക്ക് ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ച, അതായത് കൃത്രിമ കളർ ചേർത്ത് നിർമ്മിച്ച തേയില വിതരണം ചെയ്തിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി തിരൂരിലെ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിലുള്ള തേയിലകൾ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ തേയില എത്തിക്കുന്ന ആളുകളെയും അതിൻ്റെ മൊത്ത വിതരണക്കാരിലേക്കും കണ്ണിയിൽ ഈ സംഘത്തിലേക്ക് ഉദ്യോഗസ്ഥരെത്തിയത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലായിരുന്നു ഈ വിൽപ്പനക്കാരനായ കൂരിയാട് സ്വദേശി മുഹമ്മദ് അനസിനെ ആദ്യം ഉദ്യോഗസ്ഥർ പിടികൂടുന്നത്. അനസിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഇതിൻ്റെ മൊത്ത വിതരണക്കാരനായ മൂർക്കനാട് വെങ്ങാട് സ്വദേശി ആഷിഖ് എന്നയാളും അദ്ദേഹത്തിൻ്റെ ഗോഡൌണും കണ്ടെത്തിയത്. ഗോഡൌണിൽ ഇത്തരത്തിലുള്ള തേയില കണ്ടെത്തുകയായിരുന്നു. 100 കിലോയിലധികം വരുന്ന തേയിലയുണ്ട്. ഇത്തരത്തിൽ തേയില കൊണ്ടുവന്നതിന് ശേഷം സെക്കൻഡ് ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി തേയിലകൾ മിക്സ് ചെയ്ത് അതിനകത്തേക്ക് കളർ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും കടുപ്പമുള്ള ചായ നൽകാൻ കഴിയുമെന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഈ തേയില വ്യാപകമായി വിതരണം ചെയ്തിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ ആഷിഖ് ഇതേക്കുറിച്ച് കൃത്യമായി അറിവുള്ള ഒരാളാണെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. BSc ഫിസിക്സ് കഴിഞ്ഞ ഒരാളാണ് ഈ ആഷിഖ്. അതുകൊണ്ട് തന്നെ ഇത്തരം രാസവസ്തുക്കളെക്കുറിച്ചൊക്കെ കൃത്യമായി അറിവുള്ള ഒരാളായിട്ട് പോലും അയാൾ ഇത്തരത്തിൽ കൃത്രിമമായി തേയിലയിൽ കളർ ചേർത്തുകൊണ്ട് വിൽപ്പന നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. ഏതായാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവർ വിൽപ്പന നടത്തി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവരെ ഇപ്പോൾ ഈ ഗോഡൌൺ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ സീൽ ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സാമ്പിളുകൾ കോഴിക്കോട്ടേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇത് കൃത്രിമ കളർ ചേർത്ത് വിൽപ്പന നടത്തുന്നതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അജിംസ. ശരി ജംഷീർ.